ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് PLC ആണ്. അപ്പോൾ 4 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ഈ 4 സ്റ്റേജിലുള്ള പ്രൊഡക്റ്റ്, പ്രൈസിങ്, പ്ലേസിങ്, പ്രമോഷൻ സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെച്യൂരിറ്റി സ്റ്റേജിലുള്ള പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസാണ്. അപ്പോൾ മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും ടോപ്പിലായിരിക്കുന്ന സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫേം അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് മാർക്കറ്റ് മോഡിഫിക്കേഷൻ. 4 സ്ട്രാറ്റജീസാണുള്ളത്. മാർക്കറ്റ് മോഡിഫിക്കേഷൻ, പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ, ഇന്നൊവേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഈ 4 സ്ട്രാറ്റജീസാണ് ഒരു ഫേം അതിൻ്റെ പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസായിട്ട് മെച്യൂരിറ്റി ടൈമിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് മാർക്കറ്റ് മോഡിഫിക്കേഷൻ. In order to increase the consumption, the company looks for new users, new market segment, increased use among present customers. അതായത് ഒരു മാർക്കറ്റിൽ എപ്പോഴും ഒരു സെല്ലർ എപ്പോഴും സീക്ക് ചെയ്യുക പുതിയ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെൻറ്റിനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് കണ്ടെത്തിയതിന് ശേഷം ആ ഒരു സെഗ്മെൻറ്റിലേക്കും കൂടെ നമ്മുടെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതുവരെ റീച്ച് ചെയ്യാത്ത പുതിയൊരു സെഗ്മെൻറ്റിലും കൂടെ എത്തിയിട്ട് ആ സെഗ്മെൻറ്റിലും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് മോഡിഫൈ ചെയ്തു, അതായത് മാർക്കറ്റിൽ ഇതുവരെ റീച്ച് ചെയ്യാത്ത സ്ഥലത്തേക്കും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് സ്പ്രെഡ് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കൺസംപ്ഷൻ ആൻഡ് ടു അട്രാക്ട് മോർ യൂസേഴ്സ് എ കമ്പനി മേ അറ്റംപ്റ്റ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ്മെൻറ്റ് സച്ച് ആസ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, സ്റ്റൈൽസ് എക്സെട്ര. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ, അതുപോലെ സ്റ്റൈല്, അപ്പിയറൻസ്, ഈ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്നു. അതായത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ നമ്മൾ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് അത് മോഡിഫൈ ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ പുതിയ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു ടാക്കിൾ കോമ്പറ്റീഷൻ, കമ്പനി ഷാൾ ഗോ ആഫ്റ്റർ ഇന്നൊവേഷൻ. കമ്പനി ട്രൈസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ പുതിയ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. സം കമ്പനീസ് ഡൈവേഴ്സിഫൈ ദെയർ ആക്ടിവിറ്റീസ് ടു ടാക്കിൾ കോമ്പറ്റീഷൻ. കമ്പനീസ് ക്യാൻ എൻ്റർ ഇൻ ടു സം അതർ ബിസിനസ് ഫീൽഡ്. ദ ന്യൂ ബിസിനസ് ഫീൽഡ് മേ ബി റിലേറ്റഡ് ഓർ അൺറിലേറ്റഡ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഏത് ഫീൽഡിലാണോ നിലനിൽക്കുന്നത് അതിന് പുറമെ മറ്റുള്ള ഫീൽഡിലും കൂടെ അത് വ്യാപിപ്പിക്കുക. അതായത് ഇപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡായിരിക്കും അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡായിരിക്കും, പക്ഷെ മറ്റൊരു ഫീൽഡിലേക്കും കൂടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസാണ്. പ്രൈസിങ് സ്ട്രാറ്റജീസ് 4 പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കീപ് ദ പ്രൈസിങ് റിജിഡ്. നെക്സ്റ്റ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജി. അടുത്തത് റൈസിങ് പ്രൈസ്, ദെൻ കട്ടിംഗ് പ്രൈസ്. ഇങ്ങനെ 4 പ്രൈസിങ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കീപ്പിംഗ് ദ പ്രൈസ് റിജിഡ്. ഇൻ ഒളിഗോപോളിസ്റ്റിക് കണ്ടീഷൻസ് ദ പ്രിവൈൽ ഇറ്റ്സ് ഡിസ്ക്രൈബിൾ ടു കീപ് ദ പ്രൈസിങ് റിജിഡ്. അതായത് പ്രൈസിനെ എപ്പോഴും റിജിഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആക്കിയിട്ട് വെക്കുക. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുന്ന രൂപത്തിലാക്കരുത്, എപ്പോഴും ഫിക്സഡ് പ്രൈസ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജി. അതായത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക. എന്താണോ കോസ്റ്റ് അതിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് വേണം എന്നുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റൈസിങ് പ്രൈസ്. സംടൈംസ് മാർക്കറ്റ് റൈസ് പ്രൈസ് ത്രൂ ദ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. അതായത് പ്രൊഡക്റ്റിൽ നമ്മൾ ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന് പ്രൈസ് ഇമ്പ്രൂവ് ചെയ്യാം. അല്ലാതെ വെറുതെ യാതൊരു ക്വാളിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ പ്രൊഡക്റ്റിന് പ്രൈസ് ഇൻക്രീസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കട്ടിംഗ് പ്രൈസ്.
If the product demand is elastic, the company may reduce the price with a view to increase the sales. അതായത് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കട്ട് ചെയ്യാം. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കട്ട് ചെയ്താൽ നമ്മുടെ ഡിമാൻഡ് കൂടും എന്നുണ്ടെങ്കിൽ മാത്രം പ്രൈസ് കട്ട് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ്. ഇനി 2 ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ് മെയിനായിട്ട് പറയുന്നത്. മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷനും ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസുമാണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ. ഡ്യൂറിങ് ദ മെച്യൂരിറ്റി സ്റ്റേജ്, the stage growth decline. Hence, the promote sales, companies attempt to distribute its product through as many outlets are possible. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മെച്യൂരിറ്റി സ്റ്റേജിലാണ്. അപ്പോൾ മെച്യൂരിറ്റി സ്റ്റേജ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്ക് സെയിൽസ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് പോകാനാണ് ചാൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമ്മൾ കൂടുതൽ ഔട്ട്ലെറ്റ്സ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതായത് നമുക്ക് ഇതുവരെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് പുറമെ നമ്മൾ പുതിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും കൂടെ അഡോപ്റ്റ് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഫൈനൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു ചാനൽസിനെയാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ചാനൽസ് നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്താലേ നമ്മുടെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ് പറയുന്നത്. മോർ ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷനും ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും. മോർ ഇൻറ്റൻസീവിൽ പറയുന്നത് നമ്മൾ കൂടുതൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും, ന്യൂ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജീസാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ലോഞ്ചിങ് എ ബെറ്റർ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ, അതുപോലെ നെക്സ്റ്റ് അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ, കസ്റ്റമർ സർവീസ്, പേഴ്സണൽ സെല്ലിംഗ്, എൻറ്ററിങ് ന്യൂ സെഗ്മെൻറ്റ്സ്. ഇത്രയും പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ് പറയുന്നത്. അപ്പോൾ ലോഞ്ചിങ് എ ബെറ്റർ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ, അതായത് നമ്മൾ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുക. അത് നമ്മുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ. കമ്പനി മേ യൂസ് അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ സച്ച് ആസ് ട്രേഡ് ഡീൽ, പ്രൈസ് ഓഫ് പ്രീമിയം, ഗിഫ്റ്റ് കോൺടെക്സ്റ്റ്. ദ ഒബ്ജക്റ്റ് ഈസ് ടു ബിൽഡ് ലോയൽ കസ്റ്റമേഴ്സ്. അതായത് അഗ്രസീവ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അഡോപ്റ്റ് ചെയ്യാത്ത പുതിയ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് സച്ച് ആസ് പ്രൈസ് ഓഫ്, അതായത് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക, പിന്നെ അതുപോലെ ട്രേഡ് ഡീൽസിൽ എൻ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള പുതിയ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റമർ സർവീസ്. ദ ഫേം ഓഫർ സ്പെഷ്യൽ കസ്റ്റമർ സർവീസ് ലൈക്ക് കസ്റ്റമർ ഫിനാൻസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഹോം ഡെലിവറി, ആഫ്റ്റർ സെയിൽ സർവീസ് എക്സെട്ര. അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് ആഫ്റ്റർ ഡെലിവറി സർവീസ്, അതുപോലെ തന്നെ ഹോം ഡെലിവറി, ഇങ്ങനെയുള്ള ആഫ്റ്റർ സെയിൽ സർവീസും കൂടെ ഓഫർ ചെയ്താൽ അത് നമ്മളെ പ്രൊഡക്റ്റിന് കൂടുതൽ ബെനിഫിറ്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റ് പേഴ്സണൽ സെല്ലിംഗ്. അതായത് സ്ട്രാറ്റജി ഈസ് ടു ഇൻക്രീസ് ദ സെയിൽസ് പീപ്പിൾ ഓർ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് സെയിൽസ് പീപ്പിൾ ത്രൂ ട്രെയിനിങ്. അതായത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെയിൽസ്മാന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഓരോ കസ്റ്റമേഴ്സിനും നമുക്ക് ഇൻഡിവിജ്വലി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിലൂടെ പ്രൊഡക്റ്റിനെ കൂടുതൽ സെയിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് എൻറ്ററിങ് ന്യൂ സെഗ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഇതുവരെ എൻറ്റർ ചെയ്യാത്ത സെഗ്മെൻറ്റിലേക്കും കൂടെ പ്രൊഡക്റ്റിനെ വ്യാപിപ്പിക്കുന്നതാണ് ന്യൂ സെഗ്മെൻറ്റിൽ എൻറ്ററിങ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. ഡിക്ലൈൻ സ്റ്റേജിൽ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും ലോ ലെവലിലേക്ക് പോകുന്ന സ്റ്റേജാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഡിക്ലൈൻ സ്റ്റേജിലെ സ്ട്രാറ്റജീസാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിക്ലൈൻ സ്റ്റേജിലുള്ള പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസാണ്. ഡിക്ലൈൻ സ്റ്റേജിലുള്ള പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ സ്ട്രാറ്റജീസാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ്: മെയിൻറ്റെയിൻ
ഹാർവെസ്റ്റ്, റീപാക്കിംഗ്, ഡൈവേഴ്സിറ്റിംഗ്, ഡ്രോപ്പ്. ഇത്രയും സ്ട്രാറ്റജീസാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസ് പറയുന്നത്. അപ്പോൾ മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് ഹോപ്പിംഗ് ദാറ്റ് വിത്ത് പാസേജ് ഓഫ് ടൈം ദ കോമ്പറ്റീഷൻ വിൽ ഡ്രോപ്പ് ഔട്ട്, ദ കമ്പനി ഡിസൈഡ് ടു കണ്ടിന്യൂ വിത്ത് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ അതേ ക്വാളിറ്റി അല്ലെങ്കിൽ അതേ ഫീച്ചേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഈ കോമ്പറ്റീഷൻ ചിലപ്പോൾ എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എൻഡ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇനി ഗ്രോത്ത് സ്റ്റേജ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റിംഗ് ഫീച്ചേഴ്സ് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് ഹാർവെസ്റ്റ്. ദിസ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് റെഡ്യൂസിങ് ദ ഓവറോൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ, മെയിൻ്റെനൻസ്, അഡ്വർടൈസിങ്, സെയിൽസ് എക്സെട്ര ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് സെയിൽസ് വിൽ ബി പ്രോഫിറ്റബിൾ ഫോർ സം ടൈം ടു കം. അതായത് ഹാർവെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ എല്ലാ കോസ്റ്റുകളും മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് വേണം ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പ്രൈസും റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റീപാക്കിംഗ്. ഫോർ റിവൈവിങ് ദ പ്രോഡക്റ്റ് ദ കമ്പനി മേ പുട്ട് ദ പ്രോഡക്റ്റ് ഇൻ ന്യൂ ആൻഡ് അട്രാക്റ്റീവ് പാക്ക്. അതായത് നമ്മൾ ഡിക്ലൈൻ സ്റ്റേജിലാണല്ലോ, അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മൾക്ക് സെയിൽസ് കുറവായിരിക്കും. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് പുതിയ പാക്കിൽ അവൈലബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഇത് പുതിയ പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു ഫീലിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റീപാക്കിംഗ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ആ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് ഡൈവേഴ്സിറ്റി. This is a strategy of selling the brand to another company. The buyer can run the company with a profit. അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് പുതിയൊരു ബ്രാൻഡിന് സെയിൽ ചെയ്യുക. ആ ബ്രാൻഡിന് മേ ബി നമ്മുടെ പ്രൊഡക്റ്റ് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയൊരു ബ്രാൻഡിന് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതാണ് ഡൈവേഴ്സിറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്ന പോയിന്റ് ഡ്രോപ്പ്. ദ ഫൈനൽ സ്ട്രാറ്റജി ഈസ് വിത്ഡ്രോയിങ് ദ പ്രോഡക്റ്റ് ഫ്രം ദി മാർക്കറ്റ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്നതാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ അലോ ചെയ്യാതെ അതിനെ വിത്ഡ്രോ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് പ്രൈസിങ് സ്ട്രാറ്റജീസാണ്. പ്രൈസിങ് സ്ട്രാറ്റജീസ് ഡിക്ലൈൻ സ്റ്റേജിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസാണ്. ഫസ്റ്റ് പറയുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല, പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, ലോസും ഉണ്ടായിരിക്കില്ല. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഈവൻ പോയിന്റ് എവിടെയാണോ ആ ഒരു പോയിന്റിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പ്രോഫിറ്റും ഉണ്ടായിരിക്കില്ല, ലോസും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ പ്രൈസ് ഏറ്റവും മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ദിസ് ഇസ് എ സ്ട്രാറ്റജി ഫോർ ഫിക്സിങ് ഡിഫറെൻറ്റ് പ്രൈസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. അതായത് ഓരോ മാർക്കറ്റിലും ഡിഫറെൻറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിവേചനം അല്ലേ. അപ്പോൾ ഓരോ ആളുകൾക്കും ഡിഫറെൻറ്റ് പ്രൈസ്, അതായത് ഓരോ മാർക്കറ്റിലും ഡിഫറെൻറ്റ് പ്രൈസ്, ആളുകൾക്കല്ല ഓരോ മാർക്കറ്റിലും ഡിഫറെൻറ്റ് പ്രൈസ് ഫിക്സ് ചെയ്താൽ നമ്മളതിന് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് നല്ല പർച്ചേസിങ് പവറുള്ള മാർക്കറ്റിൽ നമ്മൾ ഹയർ പ്രൈസും എന്നാൽ പർച്ചേസിങ് പവർ കുറഞ്ഞ മാർക്കറ്റിൽ നമ്മൾ ലോവർ പ്രൈസുമാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസാണ്. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി രണ്ടെണ്ണമാണ് പറയുന്നത്. റെഡ്യൂസിങ് ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ്, ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അണ്ടർ ദിസ് സ്ട്രാറ്റജി അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്സ് ആർ സ്റ്റോപ്പ്ഡ്. അതായത് നമുക്ക് അൺപ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഔട്ട്ലെറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ലാസ്റ്റ് പറയുന്നത് ഡെവലപ്പിംഗ് ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പുതിയ ഡിസ്ട്രിബ്യൂഷൻ ഏരിയാസ് നമ്മൾക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സ് നമ്മൾ ഒഴിവാക്കുക. ദെൻ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ലാസ്റ്റ് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. ഫസ്റ്റ് പറയുന്നത് റെഡ്യൂസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾക്ക് ഇൻകേർഡ് ആയിട്ടുള്ള പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ മാക്സിമം കുറയ്ക്കുക. അതായത് ഈ സമയത്ത് നമ്മൾ പ്രൊമോഷൻ എക്സ്പെൻഡിച്ചറിനായിട്ട് ഹ്യൂജ് എമൗണ്ട് ചിലവാക്കരുത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്
no extra expenditure to revitalize the product. Under these strategies, no further expenditure is made to revitalizing the product. അതായത് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ സ്റ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇക്കണോമി പാക്സ് മേ ബി ഇൻട്രൊഡ്യൂസ് ടു റിവൈവ് ദ മാർക്കറ്റ്. മോർ ഓവർ റീയൂസബിൾ പാക്കേജസ് മേ ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പാക്ക് ചെയ്യുന്ന സമയത്ത് റീയൂസബിൾ ആയിട്ടുള്ള പാക്കിംഗ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് ഫെസിലിറ്റി. ഇൻ ഓർഡർ ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് ഈസി ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി മേ ബി ഓഫേർഡ്. അതായത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസും അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസും കൂടെ അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡഡ് ആവാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സും കൂടെ നമ്മുടെ പ്രൊഡക്റ്റിന് അട്രാക്റ്റീവായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിക്ലൈൻ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് മെച്യൂരിറ്റി സ്റ്റേജിലും ഡിക്ലൈൻ സ്റ്റേജിലും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൈസിങ്, പ്ലേസിങ്, പ്രൊമോഷൻ സ്ട്രാറ്റജീസാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് all the topics. If any doubt, you can contact me anytime.